യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും പ്രത്യാശയും മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ലക്ഷ്യബോധവും നൽകുവാൻ കർത്താവായ യേശു മതിയായവനായി ഇന്നും ജീവിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. പ്രിയ സഹോദര, ഈ സുവിശേഷം എത്രയോ കാലം കൊണ്ട് നിങ്ങൾ കേൾക്കുന്നു. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഇന്ന് പല വിധത്തിലുള്ളതായ കാര്യങ്ങളെയാണ് ആളുകൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് അംഗീകരിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പിന്നാലെ കടന്നുപോയി ജീവിതം താറുമാറായിട്ട് തീർന്ന അനേക ജീവിതങ്ങളെ ഞങ്ങൾ കണ്ടെത്താറുണ്ട്. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമായ നിലയിലുള്ള ജീവിതമാക്കി തീർക്കുവാൻ, സമാധാനപൂർണമായ ഒരു ജീവിതമാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വളരെ വ്യക്തമായി നിങ്ങളെ ഓർപ്പിക്കുവാനുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും ദൈവവുമായി കണ്ടെത്തുകയും യേശു ക്രിസ്തുവിനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്താൽ പാപവഴികളിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കുവാനും നിത്യമായ സമാധാനത്തിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാനും സാധിക്കുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് യേശുക്രിസ്തു മാത്രമാണ് രക്ഷാ വഴിയായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മതത്തിൽ ചേർന്നതുകൊണ്ടോ മതത്തിൻ്റെതായ ആശയങ്ങൾ അംഗീകരിച്ചതുകൊണ്ടോ മതപരമായ ചില ആചാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയതുകൊണ്ടോ യാതൊരു വിധത്തിലും ആത്മീയമായ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. ഇന്ന് മതത്തിന്റെ പേരിൽ അനേക ഭക്തന്മാര്, ധാരാളം ഭക്തന്മാര് നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുന്നതാണ്. ഭക്തിയുടെ മറവിൽ ഇന്ന് നടക്കുന്നതായ കൊള്ളുവയ്പ്പുകളും കൊലപാതകങ്ങളും വളരെ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ഒരിക്കലും ഈ വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് പ്രോത്സാഹനം നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓടിയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുവാനായിട്ടിടയായി. വാളോടിയിടുക എന്നുള്ളതാണ് കർത്താവിന്റെ സന്ദേശം. ശത്രുവിനെ സ്നേഹിക്കുവാൻ, ശത്രുവിന് വേണ്ടി, ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് ആഹാരം കൊടുക്കുവാൻ ഉപദേശിച്ചവനാണ് കർത്താവായ യേശു. പ്രിയ സ്നേഹിത, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ